ഹെൻറി ലോ പറയുന്നത് എന്താണെന്നറിയാമോ? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ അവിടെ തൊട്ട് പറഞ്ഞു വരാം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നുള്ളതാണ്. ഈ മോൾ ഫ്രാക്ഷൻ എന്തിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്? കോൺസെൻട്രേഷനെയാണ് അല്ലേ? അതായത് നമ്മൾ പഠിക്കുന്നത്, നമ്മളിത് ഈ ഹെൻറി ലോ എവിടെ പഠിക്കുന്നത്? ഒരു സൊല്യൂട്ട്, ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട്. Today's course is chemistry, right? Okay. Sorry, sir. ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ എന്താ ഗ്യാസിനെ ലിക്വിഡിനകത്ത് അലിയിക്കുമ്പോഴുള്ള കൺസെപ്റ്റാണ് ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാർബണേറ്റഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണേറ്റഡ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സോഡ എടുക്കുന്നു അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ നമ്മൾ നിറയ്ക്കുന്നു. അപ്പം നമുക്ക് അതിനകത്ത് എന്താ നിറയ്ക്കേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കുമ്പോൾ അത് കാർബണേറ്റഡ് ഡ്രിങ്ക് ആയിട്ട് മാറി. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കണം അത് തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രഷറാണ്. കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളമായിട്ട് മാറും, കംപ്രസ് ചെയ്ത് വെള്ളമായിട്ട് മാറും. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ അതിനകത്ത് നിറയ്ക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നിറയ്ക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. കണ്ടോ, ഗ്യാസ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട്, വെള്ളമാണ് അവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? മോൾ ഫ്രാക്ഷന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അല്ലെങ്കിൽ പ്രഷർ കൂട്ടിയാൽ അവിടുത്തെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടും. അതായത് കൂടുതൽ സൊല്യൂട്ട് അതിനകത്ത് സോല്യൂബിൾ ആകും എന്നുള്ള കാര്യമാണ് ഹെൻറീസ് ലോ പറയുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. കെ എച്ച് ഇൻറ്റു എന്താക്കി? കൈ എന്നാക്കി. ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുമ്പോൾ y mx + c ആണ്. ഇതിൽ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ y എന്ന് പറയുന്നത് y കോർഡിനേറ്റും ഈ x എന്ന് പറയുന്നത് x കോർഡിനേറ്റും, m എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലോപ്പാണ്. m ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഗ്രാഫ് മുകളിലോട്ടാണ് വരിക, മുകളിലോട്ടാണ് വരിക. ഇവിടെ c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് y-യിൽ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനുമായിട്ട് നമ്മൾ ഈ മുകളിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, P = KH chi പ്ലസ് എന്നാണ് 0 ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ y = mx + c ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? വൈയുടെ നേരെ എന്തുവാണ് നടക്കുന്നത്? പ്രഷർ. അപ്പോൾ വൈയുടെ അവിടെ പ്രഷർ കൊടുക്കുക. ഓക്കെ, അതായത് പാർഷ്യൽ പ്രഷറാണ്. ഓക്കെ, ഇനി എക്സിന് നേരെ ഇവിടെ എന്താ നടക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ആണ് നടക്കുന്നത്. മോൾ ഫ്രാക്ഷനെ കൈ എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി സ്ലോപ്പിൻ്റെ അവിടെ എന്താ നടക്കുന്നത്? കെ എച്ച് ആണ്. അപ്പം കെ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, അപ്പോൾ സ്ലോപ്പ് മുകളിലോട്ടാണ്. പിന്നെ y ഇന്റർസെപ്റ്റ് ഇല്ലാതാണ്, y ഇന്റർസെപ്റ്റ് 0 ആണ്. അതിനർത്ഥം ഗ്രാഫ് എവിടുന്നാണ് തുടങ്ങുന്നത്? ഒറിജിനിൽ നിന്ന് മുകളിലോട്ടാണ് തുടങ്ങുന്നതെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് m ആണ്, എമ്മിന്റെ വാല്യൂ കെ എച്ച് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് ഒത്തിരി തവണ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കയറാം. അപ്പം ഗ്രാഫ് നമുക്ക് കുറേ ടൈപ്പ് ഗ്രാഫ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള ഗ്രാഫ് ഉണ്ട്. ഇവിടെ താഴോട്ടായതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. വേറൊരു ഗ്രാഫ് ഉണ്ട് തന്നെ ഇങ്ങനെ, ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം സ്ലോപ്പ് ഇല്ല, നേരെയാണ്. വേറൊരു ഗ്രാഫ് ഉണ്ട് തന്നെ ഇങ്ങനെ മുകളിലോട്ട്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. വേറൊരു ഗ്രാഫ് ഉണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ട്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇത് പല കേസിലും നമുക്ക് ഈ ഗ്രാഫിനെ പറ്റി പഠിക്കാനല്ല, ഈ 3 ഗ്രാഫിനെ പറ്റി നമുക്ക് പല ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം നോക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇനി നിങ്ങൾ എഴുതിക്കോളൂ. ഇവിടെ മുതൽ നോട്ട് എഴുതണേ. ഞാൻ ഈ പറയാൻ പോകുന്ന മുതൽ നോട്ട് എഴുതുക. ഇവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി മുതൽ നോട്ട് എഴുതുക. ഇനിയുമുള്ള ടോപ്പിക്ക് മുതൽ നോട്ട് എഴുതുക. ഗ്രാഫ് ഓഫ് ഒരു ഗ്രാഫ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും. ഗ്രാഫ് ഓഫ് 3 ഡിഫറെൻറ്റ് ഗ്രാഫ് ഓഫ് 3 ഡിഫറെൻറ്റ് ഗ്യാസസ് 3 ഡിഫറെൻറ്റ് ഗ്യാസസ് ഇൻ സെയിം സോൾവെൻറ്റ്. ഗ്രാഫ് ഓഫ് 3 ഡിഫറെൻറ്റ് ഗ്യാസ് ഇൻ സെയിം സോൾവെൻറ്റ്. അതായത് ഞാൻ എ എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുന്നു, ഒരു പർട്ടിക്കുലർ സോൾവെൻറ്റിനകത്ത് മിക്സ് ചെയ്യുന്നു. വരയ്ക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ബി എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുന്നു, അതേ സോൾവെൻറ്റിനകത്ത് അതേ എമൗണ്ടിനകത്ത് തന്നെ മിക്സ് ചെയ്യുന്നു. സി എന്ന് പറയുന്ന ഒരു ഗ്യാസ് എടുക്കുന്നു, അതേ സോൾവെൻറ്റിനകത്ത് അതേ എമൗണ്ട് എടുത്തിട്ട് വേറൊരു പാത്രത്തിനകത്ത് എടുത്ത് മിക്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹെൻറിയിലൂടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വരച്ച് കാണിക്കാനായിട്ട് പോകുന്നത്.
അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സോലുബിൾ ആകുന്നത് ഏതാണ്, ഏറ്റവും കൂടുതൽ സോലുബിലിറ്റി ഉള്ളത് ഏതാണ്, ഏറ്റവും കൂടുതൽ മോൾ ഫ്രാക്ഷൻ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് എന്നുള്ളത് ആ ഗ്രാഫിക്കലി നമ്മൾ തെളിയിക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഇദ്ദേഹത്തെ ഗ്രാഫ് വരച്ചോളൂ. ഇങ്ങനെ വരയ്ക്കാം. നമുക്കറിയാം ഈ ഹെൻറിയുടെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ y ആക്സിസിൽ പാർഷ്യൽ പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുക, പി, എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 3 ഗ്രാഫ് വരയ്ക്കുകയാണ്. ഒന്ന് തേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നു, ഒന്ന് തേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നു, ഒന്ന് തേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ, എന്നിട്ട് പേര് കൊടുക്കുകയാണ്. ഇത് എ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ ഗ്രാഫ്, ബി, ഇത് സി. നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സോലുബിൾ ആയിട്ടുള്ളത് ഏത് ഗ്രാഫാണ് അല്ലെങ്കിൽ ഏത് ഗ്യാസ് ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഞാൻ ഒരു പർട്ടിക്കുലർ പ്രഷർ ഫിക്സ് ചെയ്യുകയാണ്. ഇതാണ് പർട്ടിക്കുലർ പ്രഷർ, ഇത്രയും പ്രഷർ ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സി എത്രയും അതിനകത്ത് സോലുബിൾ ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ഗ്രാഫ്, അതായത് ഇങ്ങോട്ടേക്ക് ഒരു ഗ്രാഫ്, ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യുക. കണ്ടോ? അപ്പോൾ നോക്കി, ഇവിടെ നിന്ന് ഇത്രയും എമൗണ്ട് മോൾ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പം ഇത്രയും പ്രഷർ കൊടുത്തപ്പോൾ ഇവിടെ ഇത്രയും സംഭവം അതിനകത്ത് സോലുബിളായി, അല്ലെങ്കിൽ ഈ സിയുടെ ഇത്രയും സംഭവം സോലുബിളായി. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് എന്താണ്? ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് സി ആണ്. അത്രയും എമൗണ്ട് ഓഫ് സൊല്യൂട്ട് സിയുടെ അതിനകത്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത്രയും പ്രഷർ കൊടുത്തപ്പോൾ ഇനിയും അതേ പ്രഷർ തന്നെ ഞാൻ ആർക്ക് കൊടുക്കാൻ പോകാമെന്ന് അറിയാമോ? ബിക്ക് കൊടുക്കാൻ പോകണം. അപ്പോൾ ആ ലൈൻ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ നോക്കുന്നു. അപ്പോൾ നോക്കി, ഇത്രയും മോൾ ഫ്രാക്ഷൻ ബി അതിനകത്ത് അലിഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പം അത്രയും മോൾ ഫ്രാക്ഷൻ അലിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് കൊടുത്ത അതേ പ്രഷറിൽ തന്നെ കുറച്ചുകൂടെ കൂടുതൽ സൊല്യൂട്ട് അതിനകത്ത് സോലുബിൾ ആയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം ഇല്ലേ? ഇനിയും മൂന്നാമത്തെ കേസ് പറയുമ്പോൾ എയുടെ എത്ര നോക്കിക്കഴിഞ്ഞാൽ അതേ പ്രഷറിൽ ഇങ്ങോട്ടേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇത്രയും. അത് നമ്മുടെ എന്താണ് y ആക്സിസുമായിട്ട് കൊണ്ട് മുട്ടിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഓഫ് എ എന്ന് പറയുന്ന ഗ്യാസ് അതിനകത്ത് സോലുബിൾ ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ശരിക്കും ഒരു പർട്ടിക്കുലർ പ്രഷർ, ഒരു സെക്കൻഡ് നിങ്ങളെ